വൈപ്പിൻ ചെറായി ബീച്ച് ജനകീയ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായന കളരി സംഘടിപ്പിച്ചു. വൈപ്പിൻ ചെറായി ബീച്ച് ജനകീയ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ വായന കളരിയുടെ ഉദ്ഘാടനം ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം ഇ.സി. ശിവദാസ് നിർവഹിച്ചു. വളരെ കുറച്ച് ഒരു അറിവിനെ നാലായി പകുത്താൽ അതിലൊരു ഭാഗമാണ് സ്കൂളുകളിൽ ക്ലാസ് മുറികളിൽ നിന്ന് കിട്ടുന്നത്. ഒരു ഭാഗം എന്നത് അവൻ ജീവിക്കുന്ന സമൂഹത്തിൽ നിന്ന് കാലക്രമേണ കിട്ടുന്ന അറിവുകളാണ്. മറ്റൊരു ഭാഗം അവന്റെ കൂട്ടുകാരിൽ നിന്ന് കിട്ടുന്ന അറിവുകളാണ്. ഒരറിവിനെ നാലായി പകുത്തു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ അറിവ് നേടുന്നത് അതിന്റെ ഒരു വളരെ കുറച്ച് ഭാഗം മാത്രമാണ് സ്കൂളുകളിൽ നിന്ന് കിട്ടുന്നത്. അതാണ് ഈ നീതിസാരത്തിലൊക്കെ പറയും, ആചാര്യൽ പാദമാദത്തെ പാദം ശിഷ്യ സ്വമേധയ പാദം സബ്രഹ്മചാരിപ പാദം കാലക്രമേണയെന്നാണ്. എന്ന് വെച്ചാൽ ആചാര്യനിൽ നിന്ന് അധ്യാപകനിൽ നിന്ന് കിട്ടുന്നത് അറിവിന്റെ വളരെ കുറഞ്ഞ ഒരു ഭാഗമാണ്, കാൽഭാഗമാണ്. പിന്നെ ശിഷ്യൻ സ്വയം, ആ ഒരു മനുഷ്യൻ സ്വയം കുറെ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ച് അവൻ പഠിക്കുന്ന കാര്യങ്ങളുണ്ട്. കുറച്ച് കൂട്ടുകാരിൽ നിന്ന് കിട്ടും, കുറച്ച് കാലക്രമേണ പഠിക്കുന്നതും. അപ്പോ ഈ അറിവിന്റെ ഒരു ഭാഗം എന്നത് നിർവഹിക്കുന്ന ഒരു കേന്ദ്രമാണ് വായനശാലകൾ. വായനശാല പ്രസിഡന്റ് കെ.ബി. രാജീവ് അധ്യക്ഷത വഹിച്ചു. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നു, ചിന്തിക്കുന്നു, തലച്ചോറ് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ മൊബൈൽ എടുത്ത് തോണ്ടി ഓരോ റീൽസും കണ്ടങ്ങോട്ട് പോകുന്നുണ്ട് പിള്ളേർക്ക്. അത് മാത്രമാണ് ഇപ്പോൾ ഒരു ഇത്. അത് വലിയൊരു അപകടസ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വായനയുടെ പ്രാധാന്യവും മറ്റു കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ ജില്ലാ കൗൺസിൽ അംഗമായിട്ടുള്ള ശ്രീ ഇ.സി. ശിവദാസ് നമ്മളോട് സംസാരിക്കും. നമുക്ക് വേറെ അധികം വലിയൊരു പരിപാടിയൊന്നുമില്ല. സെക്രട്ടറി പി.ടി. സുധീർ കുമാർ അവരിലുള്ള കഴിവുകൾ വികസിപ്പിക്കുക, അവരിലെ വിജ്ഞാനം വർദ്ധിപ്പിക്കുക എന്നൊക്കെയുള്ള ട്രഷറർ ശശികല ചന്ദ്രബോസ്, പി.കെ. ബാസി എന്നിവർ സംസാരിച്ചു. 4, 5, 8 ക്ലാസുകളിലെ കുട്ടികളാണ് വായനക്കളരിയിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, വൈപ്പിൻ.